അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ അറബിക് വിത്ത് മിന്നാസലം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2ാം ക്ലാസ്സിന്റെ അഖീദ 11ാമത്തെ പാഠഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദറസുൽ ഹാദി അഷറ മാഷാ അല്ലാ. അബ്ദുള്ള: ഉപ്പ, ഇന്ന് വരുമ്പോ എനിക്കൊരു പേന കൊണ്ടുവരണം. ഉപ്പ: കൊണ്ടുവരാം ഇൻഷാ അല്ലാ. അബ്ദുള്ള: എന്താണുപ്പ ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞത്? ഉപ്പ: അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് അതിന്റെ അർത്ഥം. അബ്ദുള്ള: എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഉപ്പ: അള്ളാഹു തീരുമാനിച്ചാലല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ചെയ്യാൻ പോകുന്ന ഏത് കാര്യവും ഇൻഷാ അല്ലാ കൂട്ടി പറയണം. അബ്ദുള്ള: ചില സ്ഥലങ്ങളിൽ മാഷാ അല്ലാ എന്ന് എഴുതി കാണുന്നുണ്ടല്ലോ. ഉപ്പ: അത് അള്ളാഹുവിന്റെ വേണ്ടുകയാൽ ലഭിച്ചതാണെന്നും അതിന് അള്ളാഹുവിനെ സ്തുതിക്കലും കാവൽ ലഭിക്കാനുമാണ്. അബ്ദുള്ള: എല്ലാ അനുഗ്രഹവും പരീക്ഷണവും അള്ളാഹുവിൽ നിന്നാണല്ലോ. ഉപ്പ: അതെ, അത് ഖദറിലുള്ള വിശ്വാസത്തിൽ പെട്ടതാണ്. ഈ പാഠഭാഗത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? ഇൻഷാ അല്ലായും മാഷാ അല്ലായും. നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ കൂടെ പറയേണ്ടതാണ് ഇൻഷാ അല്ലാ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ആര് തീരുമാനിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ? അള്ളാഹു തീരുമാനിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ അല്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇൻഷാ അല്ലാ ചേർത്ത് വേണം പറയാൻ. ഇനി മാഷാ അല്ലാ എന്ന് എന്താണ്? ചില വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ ഇങ്ങനെ മാഷാ അല്ലാ എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും അല്ലേ? ചില വാഹനങ്ങളുടെയൊക്കെ മുമ്പിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമാത്രമല്ല, കുട്ടികളെ കാണുമ്പോഴായാലും അവരുടെ ഭംഗി വർണ്ണിക്കുമ്പോഴായാലും അങ്ങനെയൊക്കെയുള്ള, അതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ്, ഇങ്ങനെയൊക്കെയുള്ള അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? മാഷാ അല്ലാ ചേർത്ത് പറയും അല്ലേ? ആ അനുഗ്രഹം അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്നും അതിന് നമ്മൾ നന്ദി പറയുകയാണെന്നും അതിന് കാവലുണ്ടാകണേ, അള്ളാഹുവിന്റെ കാവലുണ്ടാകണം എന്നുള്ള പ്രാർത്ഥനയൊക്കെയാണ് മാഷാ അല്ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ് ഇൻഷാ അല്ലാ ചേർത്ത് പറയുന്നത്. മാഷാ അല്ലാ എന്താണ്? അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നമ്മൾ മാഷാ അല്ലാ ഉപയോഗിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇന്നത്തെ പാഠം ഇത്രയുമേ ഉള്ളൂ. ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. 2ാം ക്ലാസ്സിന്റെ അഖീദ എന്ന കിതാബും ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയും പ്രയോജനമാകുന്നു എന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണും വരെ മഅസ്സലാമ.